ഒരു സാധനം വെച്ചെടുത്ത് കാണില്ല. ഇതിന് മാത്രം ഒരു കുറവുമില്ല ഇവിടെ. ബാക്കിയുള്ളവർ എന്തെങ്കിലും കൊണ്ടുവച്ചാ ആവിയായി പോകുന്നത്. എന്താ ഇവിടെ അഭി? അഭി എന്തായി നോക്കുന്നത്? എന്റെ ഒരു പബ്ലിഷ്ഡ് വർക്ക്. ആ മാഗസിൻ ഞാനിതാ ഈ മേശപ്പുറത്ത് വെച്ചിരുന്നതാ. അതിപ്പോ കാണുന്നില്ല. ഓ, അതായിരുന്നോ കാര്യം? അല്ല, മാഗസിൻ കാണാത്തതിന് വാർഡ്രോബ് തപ്പിയിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. നിന്നെ പോലുള്ള യൂസ്ലെസ്സുകൾ കയറി ഇറങ്ങുന്ന ഈ റൂമില് ഒന്നും കൊണ്ടുവച്ചിട്ട് ഒരു കാര്യമില്ല. അതെനിക്ക് ഇന്നത്തോടെ മനസ്സിലായി. എന്ത് ചെയ്യാനാ, ആവശ്യം എന്റേതായി പോയില്ലേ. നാളെ എനിക്കൊരു കണ്ടന്റ് പ്രസന്റേഷൻ ഉണ്ടായിരുന്നു. അതിൽ വെക്കേണ്ട ഡോക്യുമെന്റ് ആ മാഗസിനകത്താ. അതാ ഈ നോക്കുന്നത്. ആരോട് പറയാം? അയ്യോ, ഇതിപ്പോ റിപ്പോർട്ട് അഭി കണ്ട പ്രശ്നമാവുമല്ലോ. അനുപമേ, അനുപമേ, എന്താ പറ്റിയേ? എന്താ എന്താ പറ്റിയേ? വെള്ളം കുടിക്കാൻ. അല്ല, നീ? ഞാനിപ്പോ ഓക്കെയാ. അഭി പെട്ടെന്ന് കുറ്റം പറഞ്ഞപ്പോ എനിക്കെന്തോ വല്ലായ്മ പോലെ തോന്നി. പ്രഷർ ഡ്രോപ്പ് ആയതാണെന്ന് തോന്നുന്നു. തന്നേക്ക്.
എപ്പോഴും ബാക്കിയുണ്ട് അവൾക്ക്. കേൾക്കാൻ ആരുമില്ലെന്നറിയാമെങ്കിലും അവൾ കാത്തിരിക്കുകയാണ് ഒരവസാനമില്ലാതെ. മഴ തിമിർത്ത് പെയ്യുകയാണ്, ആരോടും വാശി തീർക്കുന്നത് പോലെ. ഇടിമിന്നലുകൾ തീവാള് പോലെ ആകാശത്ത് ഏറ്റുമുട്ടുന്നു. അതിലൊന്നും അവളുടെ മനസ്സ് പരിഭ്രമിക്കുന്നതേയില്ല. അവൾ മറ്റേതോ ലോകത്താണ്. അവിടെ ആരാണുള്ളതെന്ന് ആർക്കും അറിഞ്ഞൂടാ, ആർക്കും. എന്ത് പറ്റി അഞ്ജലി? എന്താ ഇവിടെ ഇരിക്കുന്നത്? നിന്നെ ഞാൻ എത്ര പ്രാവശ്യം ഫോൺ വിളിച്ചു, എന്താ ഫോൺ എടുക്കാത്ത? കാര്യം പറയാ അഞ്ജലി. അഞ്ജലി എന്തോന്നും മിണ്ടാത്ത? എന്താ സംഭവിച്ച? എന്താണെന്ന് പറ. ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷകൾ മുഴുവൻ തകർത്തെറിഞ്ഞതിനുള്ള ശിക്ഷയായത്. എന്റെ അച്ഛനും അമ്മയും എനിക്ക് കൽപ്പിച്ചു നൽകിയ ശിക്ഷ. എന്റെ കഴുത്തിൽ ഈ താലിമാല അവരെ കണ്ടുപിടിച്ചു. രാജീവ് അത് കെട്ടിയതെന്ന് അവർക്ക് മനസ്സിലായി. അവരെന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിരിക്കുക. എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുവാ ഞാൻ. സ്വന്തം കുടുംബത്തെ വഞ്ചിച്ച് കല്യാണം കഴിച്ച എന്റെ ബലം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കും. ഇവിടെ എനിക്ക് ആരുടെ സഹായം ആവശ്യമില്ല, ആരോടും എനിക്കൊന്നും പറയാനുമില്ല. രാജീവിന് പോവാം. ഞാൻ എവിടെ പോവാനാ? ഞാൻ എവിടെ പോവാൻ? താൻ എന്താ ഈ പറഞ്ഞു വരുന്നത്? നമ്മുടെ കാര്യം ഇയാളുടെ വീട്ടിലറിഞ്ഞ അതോടെ ഞാൻ തന്നെ ഉപേക്ഷിച്ച് പോണോന്നാണോ? ഇതൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇതിപ്പോ ഞാനും എന്റെ വീട്ടുകാരും തമ്മിലുള്ള പ്രശ്നം. ഈ ശിക്ഷ ഞാൻ മാത്രം അനുഭവിച്ചാൽ മതിയല്ലോ. നോ, യു ആർ റോങ്. അങ്ങനെ തനിക്ക് മാത്രമായിട്ട് ഒരു പ്രശ്നം ഇവിടെ ഇല്ല അഞ്ജലി. അങ്ങനെ താൻ കരുതാൻ വേണ്ട. വീട്ടുകാരെ അറിയിക്കാതെ കല്യാണം കഴിച്ചെന്ന തെറ്റിനാണല്ലോ അവര് തന്നെ പുറത്താക്കിയത്. ആ കല്യാണം കഴിച്ചാണ് ഞാന്. അപ്പൊ പിന്നെ ആ തെറ്റിന് എനിക്കുമില്ലേ തുല്യ പങ്കാളിത്തം? അതിനുള്ള ശിക്ഷ എനിക്കും ബാധകമാണെന്നർത്ഥം. ഇവിടെ തെറ്റ് ശരിയൊന്നും ഇല്ല രാജീവ്. വിശ്വാസവഞ്ചന ഞാൻ എന്റെ വീട്ടുകാരോട് കാട്ടിയതാ. അതിന് മാപ്പില്ല. മനഃപൂർവ്വം അല്ലെങ്കിലും ഞാൻ എന്റെ വീട്ടുകാരെ വഞ്ചിച്ചു. അത് അവരായിട്ട് അറിയും മുന്നേ ഞാൻ തന്നെ ഏറ്റു പറഞ്ഞ് മാപ്പിരക്കണമെന്ന് കരുതിയതാ. പക്ഷെ നടന്നില്ല. വിധി ഇങ്ങനെ ചിലത് വരാനായിരുന്നു, അത് വന്നു, അത്ര തന്നെ. ഇത് വെറും വിധിയല്ല അഞ്ജലി. ഇതിന് പിന്നിൽ ഒരു ചതി നടന്നിട്ടുണ്ട്. നമ്മൾ അറിയാത്ത എന്തോ ഒരു ചതി. അതാരാണെന്ന് വേണം ആദ്യം മനസ്സിലാക്കാൻ. ഇവിടെ ചതിച്ചത് മറ്റാരും അല്ല രാജീവൻ, നമ്മൾ തന്നെയാ നമ്മുടെ വീട്ടുകാരെ ചതിച്ചത്. ഞാൻ എന്റെ വീട്ടുകാരെ, രാജീവിന്റെ വീട്ടുകാരെയും ചതിച്ചു. അതാ സത്യം. നടത്തിയ ചതിക്ക് വിചാരണ കൂടാതെ അമ്മ എനിക്ക് മാത്രം കൽപ്പിച്ചെന്ന ഈ വിധി ഞാൻ മാത്രം അനുഭവിച്ചാൽ മതി. ഇതില് രാജീവിനൊന്നും ചെയ്യാനില്ല. ചെയ്യാനുണ്ട്, എനിക്കേ ഉള്ളു ചെയ്യാൻ. ഇങ്ങനെ അഞ്ജലിക്ക് മാത്രമായിട്ട് ഒരു ദുർവിധി ഇവിടെ നടക്കുമ്പോ ഞാൻ മാറി നിൽക്കില്ല. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി എന്തൊക്കെ സംഭവിച്ചാലും നമ്മളത് നേരിടും, ഒരുമിച്ച്. അതാണ് എന്റെ തീരുമാനം. താനെന്നല്ല ആര് വിചാരിച്ചാലും എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പറ്റില്ല. ആര് വിചാരിച്ചാലും.
നീ അർജുനെ കണ്ടായിരുന്നോ? അർജുനെയോ? എന്താ നീ ആ പേര് കേട്ടിട്ടില്ലേ? ഇന്നലെ രാവിലെ ഇവിടുന്ന് ഇറങ്ങിപ്പോയ ചെറുക്കന് അതിനുശേഷം ഇതുവരെ കണ്ടിട്ടില്ല. ഇനി രാത്രി വൈകി എങ്ങാനും വന്നിട്ട് റൂമിൽ കിടന്നുറങ്ങാണെന്ന് കരുതി അവിടെ ചെന്ന് നോക്കിയപ്പോ അവിടെ ഇല്ല. ഫോണിലും കിട്ടുന്നില്ല. അതാ ചോദിച്ചത് നീ അവനെ കണ്ടോന്ന്. അർജുൻ ഇന്നലെ രാത്രി വന്നതാണല്ലോ. ഏ ആണോ? എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ. അവൻ ആരോടും ഒന്നും മിണ്ടാതെ പിന്നെ എങ്ങോട്ടാ പോയത്? അങ്ങനെ ചോദിച്ചാ അർജുൻ എങ്ങോട്ടാ പോയതെന്ന് എനിക്കറിയില്ല. ആന്റി മറ്റുള്ളവരോടും ചോദിക്കും, അവർക്ക് ചിലപ്പോ അറിയായിരിക്കും. ഓ ആയിക്കോട്ടെ. ലോകത്തെ എല്ലാ ന്യൂസും പിടിച്ചെടുക്കുന്ന നിനക്ക് ഇത് മാത്രം അറിയില്ല എന്ന് പറഞ്ഞാ ഞാൻ വിശ്വസിച്ചു. അല്ലെങ്കിലും കാര്യമുള്ള കാര്യത്തിനൊന്നും നിന്നെ ഒന്നും നമ്പാൻ പറ്റില്ലല്ലോ. അല്ല, ഇന്നലെ രാത്രി ഇറങ്ങിപ്പോയ അർജുൻ ഇത് എങ്ങോട്ടായിരിക്കും പോയത്? അതെ, ഇന്നലെ രാത്രി പിന്നീട് അവിടെ എന്തെങ്കിലും സംഭവിച്ചായിരുന്നോ? ഇന്നലെ രാത്രി എന്താ സംഭവിച്ചെന്ന് ഇന്ന് രാവിലെയാണോ ചോദിക്കുന്നത്? രാവിലെ കിടന്നോണ്ട് സ്വപ്നമൊന്നും കാണാൻ പറ്റിയില്ല, അത്രേ അറിയാൻ പറ്റിയുള്ളൂ. അമ്മായി, നിങ്ങൾ എന്താ ഈ പിച്ചും പേയും പറയുന്നേ? ആദ്യം ഒന്ന് ഉറക്കം ഉണർന്നേ. ഞാൻ അനുവാ. അഞ്ജലി ഇറക്കി വിട്ടിട്ട് അവിടെ എന്തായിന്നാ ഞാൻ ചോദിച്ചത്. അയ്യോ അവളെവിടെ? അയ്യോ അയ്യോ ദൈവമേ, നേരം വെളുത്തല്ലോ. ഞാനേ ഇന്നലെ മഴയത്ത് ചുരുണ്ടുകൂടി കിടന്ന് ഉറങ്ങിപ്പോയി. സമയം പോയതറിഞ്ഞില്ല. ദേ ഇപ്പൊ നീ വിളിച്ചപ്പോഴാ കണ്ണു തുറന്നത്. അതവിടെ നിക്കട്ടെ അമ്മായി, ഞാൻ ചോദിച്ചതിന് മറുപടി പറ. ഞാനേ ഇന്നലെ മഴയത്ത് ചുരുണ്ടുകൂടി കിടന്ന് ഉറങ്ങിപ്പോയി. സമയം പോയതറിഞ്ഞില്ല. ദേ ഇപ്പൊ നീ വിളിച്ചപ്പോഴാ കണ്ണു തുറന്നത്. അതവിടെ നിക്കട്ടെ അമ്മായി, ഞാൻ ചോദിച്ചതിന് മറുപടി പറ. ഇന്നലെ അഞ്ജലിയെ വീട്ടിൽ നിന്ന് ഇറക്കിയ ശേഷം അവളെ രക്ഷിക്കാനോ കൂട്ടിക്കൊണ്ടുപോകാനോ ആരെങ്കിലും വന്നായിരുന്നോ? എന്നെ ശ്യാമളയും പേടിച്ച് ചുറ്റുമുള്ളവര് പോലും വന്ന് എന്താ ഏതാന്നൊന്നും ചോദിച്ചില്ല. അവളുടെ കൂട്ടുകാരും ഇല്ലായിരുന്നു, പിന്നെ ഇനിയിപ്പോ ആര് വരാനാ? അതെ അനു, ഞാൻ ഇപ്പൊ തന്നെ ലേറ്റായി. എനിക്ക് സമാജത്തിൽ പോകാനുള്ളതാ. നീ ഫോൺ വെച്ചേക്ക്, ഞാൻ നിന്നെ വിളിച്ചോളാം. ശരി, ആരും വന്നില്ലെങ്കിൽ വേണ്ട. പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംഭവിച്ചാ അമ്മായി എന്നൊന്ന് അറിയിക്കണേ. ഓ ആയിക്കോട്ടെ, നീ ഫോൺ വെക്ക്, ഞാൻ വിളിക്കാം. അപ്പൊ അർജുൻ അവിടെ ചെന്നിട്ടില്ല. പിന്നെ ഇയാളിത് എവിടെ പോയി? ഇവിടെ ആരും എണീറ്റില്ല ഇതുവരെ. ഇന്ന് ആ മേറ്റന്റെ വായന്ന് കേൾക്കുമെന്ന് ഉറപ്പാ. ഈ ശ്യാമള ഇത് എവിടെ പോയി കിടക്കുന്നു? ഞാൻ നോക്ക്, നടവാതില് പോലും തുറന്നില്ല. എന്റെ ഈശ്വര, ഇവനിത് എപ്പോ വന്നു?
ഇറക്കി വിട്ടവള് പോയതുമില്ല, താലി കെട്ടിയവൻ കയറി വരികയും ചെയ്തു. എടീ, നീ ഇതുവരെ പോയില്ലേ ഇവിടുന്ന്? രാത്രി മുഴുവൻ കാത്തിരുന്ന് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതിന് ചോദ്യം ചെയ്യാൻ രാവിലെ അവൻ കാത്തിരിക്കായിരുന്നല്ലേ നീ? നിനക്ക് നാണോ മാനോ ഉണ്ടോടി? നാടയില് വന്നിങ്ങനെ ചൂട് പറ്റി ഇരിക്കാൻ പോയി ചത്തോടെടി. അമ്മായി കുറച്ചുകൂടെ മര്യാദയ്ക്ക് സംസാരിക്കാം. ആരാ നിന്റെ അമ്മായി? ആരാന്ന്? അയ്യടാ, അവനൊരു മരുമോൻ വന്നിരിക്കുന്ന അമ്മായി മര്യാദ പഠിപ്പിക്കാൻ. നിന്നെ അമ്മേ പറയാനുള്ളതെല്ലാം ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു കഴിഞ്ഞതാ. ഇനി കൂടുതലൊന്നും പറയാനുമില്ല, കേൾക്കാനുമില്ല. അയൽക്കാരൊക്കെ വന്നു തുടങ്ങി. കൂടുതൽ ആൾക്കാർ എത്തുന്നതിന് മുന്നേ നീ ഈ ചെക്കനെ വിളിച്ച് പോവാൻ നോക്ക്. പോകാം, പക്ഷെ അതിനു മുന്നേ ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളെല്ലാം കേൾക്കണം. കേട്ടേ പറ്റൂ. നോക്കഞ്ജലി, നിന്നോട് ഇവിടുന്ന് പോകാനാ പറഞ്ഞത്. അഞ്ജലി അല്ല, ഞാനാ പറയുന്നത്. ഇവളുടെ കഴുത്തിൽ താലി കെട്ടി ഇവളുടെ ഭർത്താവ്. എനിക്ക് പറയാനുള്ളത് ദയവായി നിങ്ങളെല്ലാരും കേൾക്കണം. എന്താണ് നടന്നെന്ന് ഇനിയെങ്കിലും നിങ്ങൾ അറിഞ്ഞേ പറ്റൂ. അപ്പോഴേ മനസ്സിലാവൂ അഞ്ജലി ഇതിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്. എന്തിനേക്കാളും ഉപരി വീട്ടുകാരോട് കൂറ് കാണിക്കുന്ന അഞ്ജലി എന്ന പെൺകുട്ടിയെ യാദൃശ്ചികമായ ഞാൻ കണ്ടുമുട്ടിയത്. അവള് പോലും അറിയാതെ സംഭവിച്ച ആ കൂടിക്കാഴ്ച ആദ്യ നിമിഷത്തിൽ തന്നെ അഞ്ജലി എന്റെ മനസ്സിൽ കയറിക്കൂടായിരുന്നു. തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അവളെ പ്രേമിക്കാനും സ്വന്തമാക്കാനുള്ള ശ്രമങ്ങളും ഞാൻ നടത്തി. പക്ഷേ അപ്പോഴൊന്നും ആരും അറിയാതെ അവളെ വശത്താക്കി ഒളിച്ചോടി കല്യാണം കഴിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ഇനിയിപ്പോ ഞാനത് ആഗ്രഹിച്ചാലും അതിനൊന്നും നിന്നിരുന്ന ഒരു സാധാരണ പെണ്ണൊന്നും ആയിരുന്നില്ല അഞ്ജലിയും. അഞ്ജലിക്കെന്നും അഞ്ജലിയുടേതായ തീരുമാനങ്ങളുണ്ടായിരുന്നു, നിലപാടുകളുണ്ടായിരുന്നു, കാഴ്ചപ്പാടുകളുണ്ടായിരുന്നു. എല്ലാത്തിനും ഉപരി വീട്ടുകാരെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു മനസ്സുണ്ടായിരുന്നു അഞ്ജലിക്ക്. അവളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരുന്ന അർജുനെ ഇല്ലാതാക്കല, വെറും ഇല്ലാതാക്കലല്ല,
മരണം തന്നെ. എനിക്കാണെങ്കിലേ നീന്തൽ അറിഞ്ഞൂടാ, വെള്ളത്തിൽ വീണ പണിയ. അതുകൊണ്ട് നമുക്ക് ഈ സ്റ്റണ്ട് രംഗം ഇവിടെ വെച്ചായാലോ? എന്റെ ചോദ്യത്തിനൊരു കൃത്യമായ ഉത്തരം തരാതെ രാജീവ് ഉരുണ്ട് കളിക്കുന്ന പോലെയാ എനിക്ക് തോന്നുന്നത്. അതാ ഞാൻ പറഞ്ഞ സംതിങ് ഈസ് റോങ് സംവേ.